പൊതുവഴി തടസ്സപ്പെടുത്തി പരിപാടികൾ അനുവദിക്കരുതെന്ന് ഡിജിപിയുടെ സർക്കുലർ. ഘോഷയാത്രകളും ഉത്സവ ചടങ്ങുകളും റോഡിന്റെ ഒരു വശത്തെ അനുവദിക്കാവൂ. റോഡ് പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആഘോഷങ്ങൾ അനുവദിക്കരുത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും ഡിജിപിയുടെ സർക്കുലർ. സാജിദ് അജ്മൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാജിദ്, വളരെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം നമ്മൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളടക്കം അനുഭവിക്കുന്ന കാര്യമാണ് ഇത്തരത്തിൽ റോഡ് തടസ്സപ്പെടുത്തിയുള്ള യാത്രകളൊക്കെ തന്നെ, ഈ ഘോഷയാത്രകളടക്കമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ വഞ്ചിയൂരിലൊക്കെ റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കുലറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സ്നേഹ, പൊതുവഴി പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടികളും അനുവദിക്കരുത് എന്നാണ് ഡിജിപിയുടെ പുതിയ സർക്കുലറിൽ പറയുന്നത്. ജില്ലാ പോലീസ് മേധാവികൾക്കാണ് ഡിജിപി ഇത്തരമൊരു സർക്കുലർ അയച്ചിരിക്കുന്നത്. ഇത്തരം പരിപാടികൾ, അത് ഘോഷയാത്രകളോ രാഷ്ട്രീയ പരിപാടികളോ ഉത്സവ ചടങ്ങുകളോ എന്തായാലും അതിന് അനുമതി നൽകരുത് എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു സമകാലീന പ്രാധാന്യം എന്ന് പറയുന്നത്, നേരത്തെ തിരുവനന്തപുരത്ത് CPM-ന്റെ ഒരു പരിപാടി നടത്തുകയും അതിൽ ഈ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതുകൂടാതെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് കോടതിയിൽ ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതി കൂടുതൽ ഈ വിഷയത്തിൽ ഇടപെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. സ്നേഹ, ശരി. തിരുവനന്തപുരത്ത് നിന്ന് സാജിദ് അജ്മൽ.